പെൻഷൻ തുക 3000-ആയി വർദ്ധിപ്പിക്കും. LDF അല്ലാതെ മറ്റാര് വന്നാലാണ് ഇതൊക്കെ നടപ്പാക്കുക എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ധർമ്മടം മണ്ഡലത്തിലെ പര്യടനത്തിനിടെ LDF സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുകയും ഭവനരഹിതർക്കായി ഇതിന്റെ 2ാം ഘട്ടം ഉടൻ നടപ്പാക്കുമെന്നും ധർമ്മടത്തെത്തിയ ഇടത് സ്ഥാനാർത്ഥി കൂടിയായ പിണറായി വിജയൻ ഉറപ്പു നൽകി. നിലവിൽ 1600 രൂപയായ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി 3000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. പാവപ്പെട്ടവർക്കായി 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനം LDF പൂർത്തിയാക്കി. വീടില്ലാത്തവർക്കായി ലൈഫ് മിഷൻ 2 എന്ന പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. നിലവിൽ 62 ലക്ഷം പേർക്കാണ് കേരളത്തിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. 2016-ൽ LDF അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്തതായും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 1600 രൂപയായും പിന്നീട് 2000 രൂപയായും ഉയർത്തി. ഇപ്പോൾ ഈ തുക 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നും LDF പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. LDF നൽകുന്ന വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കുമെന്നും നാടിന്റെ വികസനത്തിനായി LDF ഭരണം തുടരണമെന്നുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. പെൻഷൻ വർധന പോലുള്ള നടപടികൾ LDF വന്നാൽ മാത്രമേ നടപ്പാക്കൂ എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. തുടർഭരണത്തിലൂടെ മാത്രമേ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഇത്തരം തീരുമാനങ്ങൾ നടപ്പാക്കാൻ സാധിക്കൂ എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു.